morning, students. At the university question, use Green's theorem to find the work done by the force field f of xy is equal to xy into I plus x square by 2 plus xy into j on a particle that starts at force 0, transverse the upper semicircle x square plus y square equals 16 and returns to its starting point along the x-axis. The June 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QTയിൽ ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല എന്താണ്? വർക്ക് ഡൺ is equal to integral over c f dot dr. ഇവിടെ f എന്ന് പറഞ്ഞാൽ എന്താണ്? f is equal to ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് xy into I plus x square by 2 plus xy into j. Vector r എന്ന് പറയുന്നത് എന്താണ്? xi plus yj. അപ്പോൾ dr എന്തായിരിക്കും? പിന്നെ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്താ കിട്ടും? dx into I plus dy into j. അപ്പോൾ f dot dr, therefore work done is equal to integral over c f dot dr. f dot dr എന്ന് പറഞ്ഞാൽ f dot dr എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോട്ട് പൊട്ടെടുക്കുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഓവർ c f എന്ന് പറഞ്ഞാൽ എന്താണ്? xy into I plus x square by 2 plus xy into j dot dx into I plus dy into j. ഡോട്ട് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓവർ c xy dx plus x square by 2 plus xy into dy. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഐഡിയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പൊ നമുക്ക് xy dx എന്ന് കിട്ടും. രണ്ടാമത്തെ കേസിൽ x square by 2 plus xy into dy. All other cases will be 0. I dot I 1 ആണ്, j dot j 1 ആണ്, I dot j അതുപോലെ j dot I ഒക്കെ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഈ വർക്ക് ഡൺ നമ്മൾ എന്ത് കിട്ടി? ഇന്റഗ്രൽ ഓവർ c xy dx plus x square by 2 plus xy into dy കിട്ടി. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഗ്രീൻസ് തിയറം ഉപയോഗിക്കാൻ പോകണം. ഗ്രീൻസ് തിയറം ഉപയോഗിക്കുമ്പോൾ ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല എന്താണ്? ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമുല ഇന്റഗ്രൽ ഓവർ c f of xy dx plus g of xy dy. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗ്രീൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഡബിൾ ഇന്റഗ്രൽ r dou g by dou x minus dou f by dou y into d. dou g by dou x minus dou f by dou y into d. ഇനി നമ്മൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തന്നിരിക്കുന്ന ഇതിൽ നിന്ന് ഇവിടെ f എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ f of xy dx plus g of xy dy ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ dx ന്റെ കോഎഫിഷ്യന്റ് ആണ് f. അതുപോലെ തന്നെ dy യുടെ കോഎഫിഷ്യന്റ് ആണ് g. അപ്പോൾ x square by 2 plus xy എന്നുള്ള g വരും. f of xy എന്ന് പറഞ്ഞാൽ x വരും. ഇനി നമുക്ക് അത് കണ്ടുപിടിക്കാം. ഓക്കേ, അടുത്ത സ്റ്റേജില് that is ഇവിടെ f എന്ന് പറയുന്നത് എന്താണ്? ഈ dx ന്റെ കോഎഫിഷ്യന്റ് xy. g എന്ന് പറയുന്നത് dy യുടെ കോഎഫിഷ്യന്റ് എന്താണ്? x square by 2 plus xy. f ഉം g നമുക്ക് കിട്ടി. ഇനി f നെ നമ്മൾ എന്ത് ചെയ്യണം? dou f by dou y. f നെ നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x എന്ന് കിട്ടും. g നെ നമ്മൾ എന്ത് ചെയ്യണം? x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 2x by 2 plus y. അപ്പോ x plus y. അപ്പൊ dou x by dou y കിട്ടി, dou g by dou x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? therefore integral over c xy dx plus x square by 2 plus xy into dy is equal to double integral r dou g by dou x എന്ന് പറഞ്ഞാൽ എന്താണ്? x plus y ആണ്. dou x by dou y എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. into dA that is equal to double integral r x cancel ആവും y dA. ഇനി നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യും. പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ x എന്നുള്ള എന്താ എടുക്കേണ്ടത്? r cos θ.
y എന്നുള്ളത് എന്താണ് r sin theta. dx എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നമ്മള് dx നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക dy ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ഇവിടെ dA എന്നുള്ളത് എന്ത് എടുക്കണം dA എന്നുള്ളത് r dr dt. തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനില് നമ്മൾ ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാണ്. ഇപ്പൊ ഡബിൾ ഇന്റഗ്രൽ y എന്ന് പറഞ്ഞാൽ എന്താണ് r sin theta into dA എന്ന് പറഞ്ഞാൽ എന്താണ് r dr d theta. dA എന്നുള്ളത് നമ്മൾ r dr d theta എന്ന് എടുക്കണം, y എന്നുള്ളത് r sin theta എന്ന് എടുക്കണം. ഇനി നമുക്ക് ഈ ആറിന്റെ തീറ്റയുടെ ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ പറയുന്ന സർക്കിൾ ഏതാണ്? ഇതൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 16 ആവുമ്പോൾ ഇതിന്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 16ന്റെ റൂട്ട് എത്രയാണ് 4. ആറിന്റെ ലിമിറ്റ് 0 to 4. ഇതൊരു സെമി സർക്കിൾ ആയതുകൊണ്ട് തീറ്റയുടെ ലിമിറ്റ് എന്ത് വരും 0 to π. തീറ്റയുടെ ലിമിറ്റ് എന്ത് കിട്ടി 0 to π. ഇനി നമുക്ക് അതിന് ആദ്യം r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം, അതിന് തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചു. നമുക്ക് ഇനി ഫൈനലായിട്ടുള്ള ആൻസറിലേക്ക് കടക്കാം. കടക്കുകയാണ്. ആദ്യം നമ്മള് ഇതിനെ ഇന്റഗ്രൽ 0 to π, ഇന്റഗ്രൽ 0 to 4, ഇവിടെ r മാറും r സ്ക്വയർ sin theta dr d theta. ആദ്യം നമ്മൾ r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് 0 to π, then r square sin theta r എന്ന് പറയുമ്പോൾ r cube by 3 into sin theta, lower limit 0, upper limit 4 d theta. That is 0 to π 1/3 നമുക്ക് പുറത്തേക്ക് മാറ്റാം. r നമ്മൾ 4 കൊടുക്കുമ്പോൾ 4 4 16 into 4 64 sin theta, 0 കൊടുക്കുമ്പോൾ 0 തന്നെ വരും. പിന്നെ 64 നമ്മൾ പുറത്തേക്ക് ഇട്ടു, 64/3 ഇത് ഈറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ എന്ന് വരും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 64/3 മൈനസ് പുറത്തേക്ക് ഇട്ടു. കോസ് പൈയുടെ വാല്യൂ എത്രയാണ് -1 ആണ്. കോസ് 0ന്റെ വാല്യൂ എത്രയാണ് -1 ആണ്. therefore നമുക്ക് എന്ത് കിട്ടും -64/3 into -2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 128/3. ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടും 128/3 കിട്ടും. 128/3 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ. ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്താണ്? നമ്മൾ ഈ പ്രോബ്ലത്തില് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ. എഫ് നമുക്ക് തന്നിട്ടുണ്ട്, വെക്ടർ എഫ് നമുക്ക് തന്നിട്ടുണ്ട്. വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? xi പ്ലസ് yj ആണ്. അപ്പൊ വെക്ടർ എഫും ആറും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? ഇന്റഗ്രൽ ഓവർ സി നമുക്ക് കിട്ടുന്ന ആൻസർ xy dx പ്ലസ് x²/2 പ്ലസ് xy ഇൻറ്റു dy. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഗ്രീൻസ് തിയറം ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. ഗ്രീൻസ് തിയറം പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് xy dx പ്ലസ് g ഓഫ് xy dy is equal to ഡബിൾ ഇന്റഗ്രൽ r dou g by dou x minus dou f by dou y. dou g by dou x minus dou f by dou y. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ xy dx പ്ലസ് x²/2 പ്ലസ് xy ഇൻറ്റു dy യിൽ നിന്ന് dx ന്റെ കോഎഫിഷ്യന്റ് f ആയിട്ട് എടുക്കുന്നു, dy യുടെ കോഎഫിഷ്യന്റ് g ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് f നമ്മുടെ കയ്യിൽ കിട്ടി, g നമ്മുടെ കയ്യിൽ കിട്ടി. ആ എഫിനെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡോ എഫ് ബൈ ഡോ വൈ കിട്ടും. ജീനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡോ ജി ബൈ ഡോ എക്സ്. ഈ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സിൽ നിന്ന് ഡോ എഫ് ബൈ ഡോ വൈ കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ കുറച്ച് കഴിയുന്ന റിസൾട്ടിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡബിൾ ഇന്റഗ്രൽ y dA എന്നാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക. പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ എക്സ് എന്നുള്ള എന്താ എടുക്കേണ്ടത്? ആർ കോസ് തീറ്റ. വൈ എന്നുള്ള എന്താ എടുക്കേണ്ടത്? ആർ സൈൻ തീറ്റ. അതുപോലെ തന്നെ ഡി എന്നുള്ള എന്താ എടുക്കേണ്ടത്? ആർ ഡി ആർ ഡി തീറ്റ. ഇവിടെ നമ്മള്
വൈക്ക് പകരം ആർ സൈൻ തീറ്റ കൊടുത്തു, ഡി എക്ക് പകരം ആർ ഡി വൈക്ക് പകരം ആർ ഡി ആർ ഡി തീറ്റ. ഇനി നമുക്ക് ഈ ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. ആറിന്റെയും തീറ്റയുടെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സർക്കിൾ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ 16 ആണ്. അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 16 ആകുമ്പോ അപ്പൊ ഇതിന്റെ സെന്റർ എന്തായിരിക്കും? 0 0 ആയിരിക്കും. റേഡിയസ് എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോ ലോവർ ലിമിറ്റ് 0 എടുത്തു, അപ്പർ ലിമിറ്റ് 4 എടുത്തു. അപ്പൊ ആറിന്റെ ലോവർ ലിമിറ്റ് കിട്ടി നമുക്ക് 0, അപ്പർ ലിമിറ്റ് 4. ഇനി തീറ്റയുടെ ലിമിറ്റ് കിട്ടണം. ഇതൊരു സെമി സർക്കിൾ ആണ്. സെമി സർക്കിൾ ആയതിന്റെ പേരിൽ നമ്മൾ തീറ്റയുടെ ലിമിറ്റ് എന്തെടുക്കുന്നു? 0 to π, 0 മുതൽ π വരെ. അപ്പൊ തീറ്റയുടെ ലിമിറ്റ് കിട്ടി. ആദ്യം ആറ് വെച്ച് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, രണ്ടാമത് നമ്മൾ തീറ്റ വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? 128/3 കേട്ടോ. ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇത് ജൂൺ 2022 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KTU ചോദിച്ചത്.